എല്ലാ കൂട്ടുകാർക്കും ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ക്വിസ് മത്സരങ്ങളിൽ ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യോത്തരങ്ങളുമായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ വന്നിട്ടുള്ളത്. ഈ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് 1000 ലൈക്കാണ്. എല്ലാ മക്കളും ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇടുമ്പോൾ അപ്പോൾ തന്നെ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെല്ലേക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് കിടക്കാം. Let's go. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത് എന്നായിരുന്നു? ഉത്തരം 1947 ആഗസ്റ്റ് 15. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ഏത് ദേശാഭിമാനിയുടെ വാക്കുകളാണിത്? ഉത്തരം ബാലഗംഗാധര തിലക്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച ബ്രിട്ടീഷുകാരൻ ആരായിരുന്നു? ഉത്തരം A.O. ഹ്യൂം അഥവാ അലൻ ഒക്ടോവിയൻ ഹ്യൂം. രഘുപതി രാഘവ രാജാറാം എന്ന പ്രശസ്തമായ ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം തുളസീദാസ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ഗാന്ധിജി നൽകിയ സമരം ഏതായിരുന്നു? ഉത്തരം 1942 ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം പാസാക്കിയത്? ഉത്തരം 1929 ലാഹോർ സമ്മേളനം. ഇന്ത്യയുടെ ഇപ്പോഴത്തെ പതാക രൂപകൽപ്പന ചെയ്തത് ആരായിരുന്നു? ഉത്തരം പിംഗലി വെങ്കയ്യ. ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഒന്നാമത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ്. രണ്ടാമത്തെ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം W.C. ബാനർജി. സാരേ ജഹാം സെ അച്ഛാ എന്ന കവിത രചിച്ചത് ആരാണ്? ഉത്തരം മുഹമ്മദ് ഇക്ബാൽ. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് ഗാന്ധിജി എത്ര തവണ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു? ഉത്തരം 5 തവണ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരായിരുന്നു? ഉത്തരം മഹാത്മാഗാന്ധി. ഗാന്ധിജി ഇന്ത്യയിൽ നയിച്ച ആദ്യത്തെ സത്യാഗ്രഹം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം 1917 നടന്ന ചമ്പാരൻ സമരം അഥവാ ചമ്പാരൻ സത്യാഗ്രഹം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം ഏതാണ്? ഉത്തരം 1757 നടന്ന പ്ലാസി യുദ്ധം. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞത് ആരായിരുന്നു? ഉത്തരം മഹാത്മാഗാന്ധി. ലോകമാന്യ എന്നറിയപ്പെടുന്ന ദേശീയ നേതാവ് ആരാണ്? ഉത്തരം ബാലഗംഗാധര തിലക്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്?
ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത് എന്നായിരുന്നു? ഉത്തരം 1942 ഓഗസ്റ്റ് 9. കേസരി എന്ന പത്രം ആരംഭിച്ചത് ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു? ഉത്തരം ബാലഗംഗാധര തിലക്. ഗാന്ധിജിയും അനുയായികളും ദണ്ഡിയാത്ര ആരംഭിച്ചത് എവിടെ നിന്നായിരുന്നു? ഉത്തരം 1930 സബർമതി ആശ്രമത്തിൽ നിന്ന്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ലിയോ ടോൾസ്റ്റോയ് ആണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയായിരുന്നു? ഉത്തരം 1857 മെയ് 10 ഉത്തർപ്രദേശിലെ മീററ്റിൽ. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം കൊടുത്ത വ്യക്തി ആരാണ്? ഉത്തരം യൂസഫ് മെഹർ അലി. ലാൽ, പാൽ, ബാൽ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരെല്ലാം? ഉത്തരം ലാലാ ലജ്പത് റായ്, വിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്. മലബാർ ലഹള അഥവാ മലബാർ കലാപം നടന്ന വർഷം എന്നാണ്? ഉത്തരം 1921. രാഷ്ട്രപിതാവ് എന്ന വിശേഷണം ഗാന്ധിജിക്ക് നൽകിയത് ആരായിരുന്നു? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ജയ് ഹിന്ദ് ആരുടെ മുദ്രാവാക്യമാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യയിൽ ആദ്യമായി കടൽ മാർഗം എത്തിയ വിദേശ ശക്തികൾ ആരാണ്? ഉത്തരം പോർച്ചുഗീസുകാർ. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആരായിരുന്നു? ഉത്തരം സരോജിനി നായിഡു. ഇന്ത്യക്കാരിയായിട്ടുള്ള ആദ്യത്തെ വനിതാ പ്രസിഡന്റാണ് സരോജിനി നായിഡു. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം കെ കേളപ്പൻ. ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ്? ഉത്തരം ആഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് ആഗസ്റ്റ് 8. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് എന്നാണ്? ഉത്തരം 1885 ഡിസംബർ 28. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജി ആയിരുന്നു. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഉത്തരം 1942 ബോംബെ സമ്മേളനം. വാഗൺ ട്രാജഡി നടന്നത് എന്നായിരുന്നു? ഉത്തരം 1921 നവംബർ 10. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ക്ലമന്റ് ആറ്റ്ലി. ദേശബന്ധു എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം CR ദാസ്, ചിത്തരഞ്ജൻ ദാസ്. ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചത്? ഉത്തരം ചൗരി ചൗര സംഭവത്തെ തുടർന്ന്.
1922 ഫെബ്രുവരി 5-നായിരുന്നു ഈ സംഭവം അരങ്ങേറിയത്. പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ലാലാ ലജ്പത് റായ്. ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ പ്രഭാഷണം നടത്തിയത് എവിടെ വെച്ചായിരുന്നു? ഉത്തരം മുംബൈയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് വെച്ച്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയതോടെ ഗോവാലിയ ടാങ്ക് മൈതാനം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം ഓഗസ്റ്റ് ക്രാന്തി മൈതാനം. ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേയുടെ ക്വസ്റ്റ്യൻ. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഏറ്റവും വേഗത്തിൽ കൂട്ടുകാരെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് 1000 ലൈക്കാണ്. എല്ലാ മക്കളും ഈ വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാം. ഇതുപോലെയുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് മികച്ച ക്വാളിറ്റിയിൽ കൂട്ടുകാർക്ക് ലഭിക്കാൻ വേണ്ടി ഇപ്പം തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇടുമ്പോൾ അപ്പോൾ തന്നെ ലഭിക്കാൻ വേണ്ടി തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. കൂട്ടുകാരുടെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.